മക്കളെ, ഓണപരീക്ഷയിൽ ഉറപ്പിച്ച് മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ മുകളിൽ കാണാൻ സാധിക്കും. എന്താണ് ചോദ്യം? മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ ലെൻസ് ഈസ് ഗിവൺ ബൈ -1. ഒരു ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ ആവർത്തനം എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ ഇമേജിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുവാണ്. ഇമേജിന്റെ പൊസിഷൻ എന്തായിരിക്കും, ആ ഇമേജിന്റെ ബാക്കിയുള്ള സവിശേഷതകൾ എന്തായിരിക്കും എന്ന കാര്യം കണ്ടുപിടിക്കാം. നിസ്സാരമാണ്. എല്ലാവരും ശ്രദ്ധിക്കടാ. ഇവിടെ ഒരു മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാ പറയുന്നത്? -1 ആണെന്നാ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അഥവാ ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? അത് ഉറപ്പായും റിയൽ ഇമേജ് ആയിരിക്കും. അത് ഉറപ്പായും യഥാർത്ഥമായ പ്രതിബിംബമായിരിക്കും. ഈ റിയൽ ഇമേജുകളുടെ അടുത്തൊരു പ്രത്യേകത എന്താണ്? അവന്മാരൊക്കെ തലകീഴായിട്ടുള്ളവന്മാരായിരിക്കും. അവന്മാരൊക്കെ ഇൻവേർട്ടഡ് ആയിരിക്കും. സോ ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും, തലകീഴായിട്ടുള്ളവനായിരിക്കും. റൈറ്റ്, അത് ക്ലിയർ ആയി. അടുത്തത്, ആ ഇമേജിന്റെ പൊസിഷൻ കൂടി കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരമാണ്. മക്കളെ, നിങ്ങൾ തിരിച്ചറിയുക, മാഗ്നിഫിക്കേഷൻ മോഡുലസ് എടുത്തു എന്ന് വിചാരിക്കുക. സോ ആവർത്തനത്തിന്റെ മോഡുലസ് -1ന്റെ മോഡുലസ് വാല്യൂ എത്രയാണ്? 1 ആണ്. നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സുകളൊക്കെ പഠിപ്പിച്ചാണ് മോഡുലസ് എടുക്കാൻ. സോ -1ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ആവർത്തനത്തിന്റെ മോഡുലസ് 1 ആണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോ മക്കളെ, ഇമേജിന്റെ പ്രത്യേകത എന്താണ്? ആ ഇമേജിന് സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. അഥവാ വസ്തുവിന്റെ അതേ വലുപ്പമായിരിക്കും ആ പ്രതിബിംബത്തിന് ഉണ്ടാവുക. ആവർത്തനത്തിന്റെ മോഡുലസ് 1 ആണെങ്കിൽ ആ ഇമേജിന്, ആ പ്രതിബിംബത്തിന് വസ്തുവിന്റെ അതേ വലുപ്പമാണ്. മക്കളെ, നിങ്ങൾ പറയടാ, സെയിം സൈസുള്ള ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എവിടെയായിരിക്കണം നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റ് വെക്കേണ്ടത്? ഒബ്ജക്റ്റ് വെക്കേണ്ടത് 2Fലാണ്. അതിന്റെ ഇമേജ് ഉണ്ടാവുന്നതും 2Fൽ തന്നെയായിരിക്കും. ഒബ്ജക്റ്റ് വെക്കേണ്ടത് 2Fലാണ്, അവിടെ ഇമേജ് ഉണ്ടാവുന്നതും 2Fലായിരിക്കും. റൈറ്റ്, നോ ഡൗട്ട്. മറ്റൊരു കാര്യം പലർക്കും സംശയം ഉണ്ടാവും, ഇത് ഏത് ലെൻസ് ആയിരിക്കും? മക്കളെ, റിയൽ ഇമേജ് ഉണ്ടാക്കുന്നത് ഒരേ ഒരു ലെൻസ് അല്ലേ? അത് കോൺവെക്സ് ലെൻസ് അല്ലേ? യെസ്, ദിസ് ഈസ് കോൺവെക്സ് ലെൻസ്. ക്ലിയർ അല്ലേ? കാര്യം കൃത്യമായി മനസ്സിലായില്ലേ? മാഗ്നിഫിക്കേഷൻ -1 ആണ്. നെഗറ്റീവ് ആയതിനാൽ തന്നെ റിയലും ഇൻവേർട്ടഡുമായ ഇമേജ് ആണ്, യഥാർത്ഥവും തലകീഴായിട്ടുള്ളതാണ്. മാഗ്നിഫിക്കേഷൻ മോഡുലസ് എടുക്കുമ്പോൾ 1 ആണ് കിട്ടിയത്. സോ വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ വലുപ്പമായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലൊരു പ്രതിബിംബം ഉണ്ടാവണമെങ്കിൽ അവൻ വെക്കേണ്ടത് 2Fലായിരിക്കണം. സോ 2Fലാണ് നമ്മുടെ ഇമേജ് ഉണ്ടാവുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. റിയൽ ഇമേജ് ഉണ്ടാക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് എന്ന കാര്യം കൂടി തിരിച്ചറിയുക. വളരെ പ്രധാനപ്പെട്ട 2 മാർക്കിന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.